നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്ലസ് ടു തുല്യതാ പഠിതാക്കൾക്കായി 2026 അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള പൊളിറ്റിക്കൽ സയൻസ് മാതൃകാ ചോദ്യപേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 21 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമാണ്. 21ാമത്തെ ചോദ്യം, 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കുക. 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 55 നോക്കുക. 1950 മാർച്ച് 15-ന് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം ആസൂത്രിതമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്മീഷൻ സ്ഥാപിച്ചത്. രാജ്യത്തിന്റെ ആവശ്യങ്ങളും ലഭ്യമായ വിഭവങ്ങളും വിലയിരുത്തി പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്ക് തുടക്കം കുറിച്ചത് 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളാണ്. 1ആം പഞ്ചവത്സര പദ്ധതി 1951 ഡിസംബറിൽ 1ആം പഞ്ചവത്സര പദ്ധതിയുടെ കരട് പ്രസിദ്ധീകരിച്ചു. പദ്ധതി സംബന്ധിച്ച ചർച്ചകൾ എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും വലിയ പ്രതീക്ഷയുളവാക്കി. ഈ പദ്ധതിയുടെ രൂപീകരണത്തിൽ ഡോക്ടർ KN രാജ് പ്രധാന പങ്ക് വഹിച്ചു. 1951 മുതൽ 1956 വരെയായിരുന്നു 1ആം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ആദ്യ 2 ദശാബ്ദങ്ങളിൽ വികസന രംഗത്ത് ഇന്ത്യ സാവധാനം മുന്നേറണമെന്നും ത്വരിതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്നും കണക്കാക്കപ്പെട്ടു. ഡാമുകൾ, ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് 1ആം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകി. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുണ്ടായി. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുക, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനവും വിതരണവും മെച്ചപ്പെടുത്തി ഭക്ഷ്യക്ഷാമം പരിഹരിക്കുക എന്നിവയൊക്കെ 1ആം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി ഹീരാക്കുഡ്, ബക്രാനഗൽ തുടങ്ങിയ വൻ അണക്കെട്ടുകൾ നിർമ്മിച്ചു. എന്നിരുന്നാലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യോൽപാദന വർധന, ദേശീയ വരുമാന വർധന എന്നീ അടിസ്ഥാന ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിക്കാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞില്ല. 2ആം പഞ്ചവത്സര പദ്ധതി 1ആം പഞ്ചവത്സര പദ്ധതിയിലൂടെ കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകിയെങ്കിലും രാജ്യത്തിന്റെ സമഗ്ര സാമ്പത്തിക പുരോഗതിക്ക് വ്യവസായ വികസനവും അനിവാര്യമാണെന്ന് മനസ്സിലാക്കി. ഈ സാഹചര്യത്തിലാണ് PC മഹലനോബിസിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ 2ആം പഞ്ചവത്സര പദ്ധതി രൂപീകരിക്കപ്പെട്ടത്. സാധ്യമായ എല്ലാ ദിശകളിലും ത്വരിതഗതിയിൽ ഘടനാപരമായ പരിവർത്തനം കൊണ്ടുവരുന്നതിന് 2ആം പദ്ധതി ഊന്നൽ നൽകി. 2ആം പദ്ധതിയുടെ കാലയളവ് 1956 മുതൽ 61 വരെയായിരുന്നു. 2ആം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ സാങ്കേതിക പിന്നാക്കാവസ്ഥ പരിഹരിച്ച് ആധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക, രാജ്യത്തിന്റെ വ്യവസായ വികസനത്തിന് പ്രാധാന്യം നൽകുക, പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക, വൈദ്യുതി, റെയിൽവേ, ഇരുമ്പുരുക്ക്, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, കൃഷിക്കും വ്യവസായത്തിനും തുല്യ പ്രാധാന്യം നൽകി ആസൂത്രിത സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുക. എന്നിരുന്നാലും പദ്ധതിയിൽ നിശ്ചയിച്ച എല്ലാ ലക്ഷ്യങ്ങളും പൂർണ്ണമായി കൈവരിക്കാൻ കഴിഞ്ഞില്ല. കൃഷിയും വ്യവസായവും തമ്മിലുള്ള സന്തുലിത വികസനം ലക്ഷ്യമിട്ടെങ്കിലും പ്രതീക്ഷിച്ചത്ര വിജയം ലഭിച്ചില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് അടിത്തറ പാകിയവയാണ് 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികൾ. 1ആം പദ്ധതി കാർഷിക വികസനത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും മുൻഗണന നൽകിയപ്പോൾ 2ആം പദ്ധതി വ്യവസായവൽക്കരണത്തിനും പൊതുമേഖലയുടെ വികസനത്തിനും പ്രാധാന്യം നൽകി. പിന്നീട് ഇന്ത്യയുടെ വികസന നയങ്ങൾക്ക് ഈ 2 പദ്ധതികളും അടിസ്ഥാനമായി. 22ാമത്തെ ചോദ്യം, പൊതുവൈവിധ്യ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. പൊതുവൈവിധ്യ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 120 നോക്കുക. വികസിത വികസ്വര രാജ്യങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ചപ്പോഴും പരിസ്ഥിതിയെ സംബന്ധിച്ച സമീപനത്തിൽ രാജ്യങ്ങൾക്കിടയിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ഈ വ്യത്യസ്ത നിലപാട് പൊതുവൈവിധ്യ ഉത്തരവാദിത്തം എന്നറിയപ്പെട്ടു. ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ആശയങ്ങൾ നോക്കാം. വികസിത രാജ്യങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങളെ നിലനിൽക്കുന്ന അവസ്ഥയിൽ ചർച്ച ചെയ്യണമെന്നും
പരിസ്ഥിതി സംരക്ഷണത്തിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണുള്ളതെന്നും അഭിപ്രായപ്പെട്ടു. വികസ്വര രാജ്യങ്ങൾ ഈ നിലപാടിനോട് യോജിച്ചില്ല. അവരുടെ കാഴ്ചപ്പാടിൽ പരിസ്ഥിതി നാശം വികസിത രാജ്യങ്ങളിലെ വ്യവസായ വികസനത്തിന്റെ ഉൽപ്പന്നമാണ്. പരിസ്ഥിതി നാശത്തിന് കാരണക്കാർ വികസിത രാജ്യങ്ങളായതിനാൽ പരിഹാരം കാണുന്നതിന് അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. വികസ്വര രാജ്യങ്ങൾ വ്യവസായവൽക്കരണ പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ നിയന്ത്രണങ്ങൾ അവർക്കുമേൽ ചുമത്താൻ പാടില്ല. അത് വികസ്വര രാജ്യങ്ങളുടെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. അന്തർദേശീയ പരിസ്ഥിതി നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിക്കണം. 1992 റയോ ഉച്ചകോടി ഈ വാദങ്ങൾ അംഗീകരിക്കുകയുണ്ടായി. വികസ്വര രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ഈ വാദഗതി പൊതുവൈവിധ്യ ഉത്തരവാദിത്തം എന്നറിയപ്പെടുന്നു. 23ാമത്തെ ചോദ്യം, പ്രാദേശിക അഭിലാഷവുമായി ബന്ധപ്പെട്ട് വടക്കുകിഴക്കൻ മേഖല നേരിടുന്ന 2 പ്രധാന പ്രശ്നങ്ങൾ ചുവടെ കൊടുക്കുന്നു. വിശദീകരിക്കുക. പ്രാദേശിക അഭിലാഷവുമായി ബന്ധപ്പെട്ട് വടക്കുകിഴക്കൻ മേഖല നേരിടുന്ന 2 പ്രധാന പ്രശ്നങ്ങൾ ചുവടെ കൊടുക്കുന്നു. വിശദീകരിക്കുക. 1. സ്വയംഭരണത്തിനുള്ള ആവശ്യം. 2. വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. നോക്കാം. സ്വയംഭരണത്തിനുള്ള ആവശ്യം. സ്വാതന്ത്ര്യത്തിന് ശേഷം വടക്കുകിഴക്കൻ മേഖലയിലെ വിവിധ ഗോത്ര വിഭാഗങ്ങൾ തങ്ങളുടെ ഭാഷ, സംസ്കാരം, ജീവിത രീതി എന്നിവ സംരക്ഷിക്കുന്നതിനും ഭരണപരമായ അധികാരം നേടുന്നതിനുമായി സ്വയംഭരണം ആവശ്യപ്പെട്ടു. ഗോത്ര സമൂഹങ്ങൾ അവരുടെ ഭാഷ, സംസ്കാരം, ജീവിത രീതി എന്നിവ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അസമീസ് ഭാഷയും സംസ്കാരവും അടിച്ചേൽപ്പിക്കപ്പെടുമെന്ന ആശങ്ക മൂലം പ്രത്യേക സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യമുയർന്നു. ഇതിന്റെ ഭാഗമായി മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ആസാമിലെ ബോഡോകൾ, കർബികൾ, ദിമാസസുകൾ എന്നീ സമുദായങ്ങൾ പ്രത്യേക സംസ്ഥാനമോ കൂടുതൽ സ്വയംഭരണമോ ആവശ്യപ്പെട്ടു. ചെറു സംസ്ഥാനങ്ങൾ തുടർച്ചയായി രൂപീകരിക്കുന്നത് പ്രായോഗികമല്ലെന്ന് കണ്ട് സംസ്ഥാനങ്ങൾക്കുള്ളിൽ കൂടുതൽ സ്വയംഭരണം നൽകുക എന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചത്. പ്രാദേശിക സ്വത്വവും വികസനവും സംരക്ഷിക്കുന്നതിനുള്ള ആവശ്യമായിരുന്നു സ്വയംഭരണത്തിനുള്ള വാദം. ദേശീയ ഐക്യം നിലനിർത്തിക്കൊണ്ട് ഈ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചു. 24ാമത്തെ ചോദ്യം, 1989 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക ഫലങ്ങൾ ഉളവാക്കിയ 5 സംഭവ വികാസങ്ങൾ എഴുതുക. 1989 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക ഫലങ്ങൾ ഉളവാക്കിയ 5 സംഭവ വികാസങ്ങൾ എഴുതുക. ഭാഗം 1 പേജ് നമ്പർ 168 നോക്കുക. 1989 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ചു. ഒറ്റകക്ഷി ആധിപത്യത്തിന് പകരം സഖ്യ രാഷ്ട്രീയം ശക്തിപ്പെടുകയും സാമൂഹിക, രാഷ്ട്രീയ, മതപരമായ മേഖലകളിൽ പുതിയ പ്രവണതകൾ രൂപപ്പെടുകയും ചെയ്തു. 1989 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക ഫലങ്ങൾ ഉളവാക്കിയ പ്രധാന സംഭവ വികാസങ്ങൾ നോക്കാം. 1. മുന്നണി രാഷ്ട്രീയത്തിന്റെ കാലഘട്ടം. 1989 ശേഷം ഒറ്റകക്ഷി ഭരണത്തിന് പകരം സഖ്യ സർക്കാരുകൾ നിലവിൽ വന്നു. ദേശീയ പാർട്ടികൾക്ക് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ അനിവാര്യമായി. കേന്ദ്ര രാഷ്ട്രീയത്തിൽ പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം വർദ്ധിച്ചു. 2. കോൺഗ്രസിന്റെ തകർച്ച. 1989 ശേഷം കോൺഗ്രസിന്റെ ആധിപത്യം കുറഞ്ഞു. പല സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ സ്വാധീനം ക്ഷയിച്ചു. ബഹുകക്ഷി രാഷ്ട്രീയത്തിന് ശക്തി ലഭിച്ചു. 3. മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കുണ്ടായ രാഷ്ട്രീയ മുന്നേറ്റം. മണ്ഡൽ കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ OBC വിഭാഗങ്ങൾക്ക് 27% സംവരണം നടപ്പിലാക്കി. ഇത് ജാതി രാഷ്ട്രീയത്തിന് പുതിയ വഴിത്തിരിവായി. കൂടാതെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്വാധീനം നേടി. സാമൂഹിക നീതിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. 4. വർഗീയത, മതേതരത്വം, ജനാധിപത്യം. അയോധ്യ പ്രശ്നവും ബാബറി മസ്ജിദ് സംഭവവും വർഗീയ രാഷ്ട്രീയത്തിന് ശക്തി നൽകി. മതേതരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായി. ജനാധിപത്യവും മതേതരത്വവും ദേശീയ ഐക്യം എന്നിവ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയങ്ങളായി മാറി. 5. പുതിയ സമവായത്തിന്റെ ആവിർഭാവം. 1990കളിൽ കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ള പ്രധാന രാഷ്ട്രീയ കക്ഷികൾ ചില ദേശീയ വിഷയങ്ങളിൽ സമാന നിലപാടുകൾ സ്വീകരിച്ചു. ഇതിനെ പുതിയ സമവായം എന്ന് വിളിക്കുന്നു. പ്രധാന മേഖലകൾ പുതിയ സാമ്പത്തിക നയം, പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം,
സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം, പ്രായോഗിക വിദേശ നയം. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രധാന രാഷ്ട്രീയ കക്ഷികൾ പൊതുവായ ധാരണയിലെത്തിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ സമവായത്തിന് വഴിയൊരുക്കി. ഇങ്ങനെ 1989 ശേഷമുള്ള മുന്നണി രാഷ്ട്രീയം, കോൺഗ്രസിന്റെ തകർച്ച, മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റം, വർഗീയത, മതേതരത്വം, ജനാധിപത്യം, പുതിയ സമവായത്തിന്റെ ആവിർഭാവം എന്നിവ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തെ ദൂരവ്യാപകമായി മാറ്റിമറിച്ച പ്രധാന സംഭവ വികാസങ്ങളാണ്. ഇവ ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. 25ാമത്തെ ചോദ്യം, അധികാരത്തിന്റെ ബദൽ കേന്ദ്രം എന്ന നിലയിൽ യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണം, അതിന്റെ സ്വാധീനം എന്നിവയെക്കുറിച്ച് വിവരിക്കുക. അധികാരത്തിന്റെ ബദൽ കേന്ദ്രം എന്ന നിലയിൽ യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണം, അതിന്റെ സ്വാധീനം എന്നിവയെക്കുറിച്ച് വിവരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 55. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ സമാധാനവും സാമ്പത്തിക പുരോഗതിയും ഉറപ്പാക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്പര സഹകരണം ആരംഭിച്ചു. ഇതിന്റെ ഫലമായാണ് പിന്നീട് യൂറോപ്യൻ യൂണിയൻ രൂപം കൊണ്ടത്. ഇന്ന് ലോകത്തിലെ പ്രധാന അധികാരത്തിന്റെ ബദൽ കേന്ദ്രങ്ങളിലൊന്നാണ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണം 1951 യൂറോപ്യൻ കൽക്കരി ഉരുക്ക് സമൂഹം രൂപീകരിച്ചതോടെയാണ് സഹകരണത്തിന് തുടക്കമായത്. 1957 റോം ഉടമ്പടി പ്രകാരം യൂറോപ്യൻ സാമ്പത്തിക സമൂഹം നിലവിൽ വന്നു. 1952 മാസ്ട്രിക്ട് ഉടമ്പടി പ്രകാരമാണ് യൂറോപ്യൻ യൂണിയൻ ഔദ്യോഗികമായി രൂപം കൊണ്ടത്. അംഗരാജ്യങ്ങൾ തമ്മിൽ സ്വതന്ത്ര വ്യാപാരം, ആളുകളുടെയും ചരക്കുകളുടെയും മൂലധനത്തിന്റെയും സേവനങ്ങളുടെയും സ്വതന്ത്ര സഞ്ചാരം നടപ്പിലാക്കി. നിരവധി അംഗരാജ്യങ്ങൾ യൂറോ എന്ന പൊതു കറൻസി സ്വീകരിച്ചു. യൂറോപ്യൻ യൂണിയന്റെ സ്വാധീനം നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി യൂറോപ്യൻ യൂണിയൻ വളർന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തിലും ലോക സമ്പദ് വ്യവസ്ഥയിലും നിർണായക സ്വാധീനം ചെലുത്തുന്നു. പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശം, സമാധാന ശ്രമങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സജീവ പങ്കുവഹിക്കുന്നു. അമേരിക്കയുടെ ഏകധ്രുവ ആധിപത്യത്തിന് ഒരു ബദൽ ശക്തി കേന്ദ്രമായി മാറി. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധസാധ്യത കുറച്ച് യൂറോപ്പിൽ സമാധാനവും സ്ഥിരതയും ശക്തിപ്പെടുത്തി. സാമ്പത്തിക, രാഷ്ട്രീയ, നയതന്ത്ര മേഖലകളിലെ ശക്തമായ സ്വാധീനത്തിലൂടെ യൂറോപ്യൻ യൂണിയൻ ഇന്ന് ലോക രാഷ്ട്രീയത്തിന്റെ പ്രധാന അധികാരത്തിന്റെ ബദൽ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ലോകക്രമത്തിൽ സമാധാനത്തിനും സഹകരണത്തിനും യൂറോപ്യൻ യൂണിയൻ നിർണായക സംഭാവന നൽകുന്നു. അടുത്തത് 26 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരമെഴുതുവാനാണ്. ഓരോ ചോദ്യത്തിനും 8 മാർക്ക് വീതമാണ്. 26ാമത്തെ ചോദ്യം, ഇന്ത്യ വിഭജന പ്രക്രിയയെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിവരിക്കുക. ഇന്ത്യ വിഭജന പ്രക്രിയയെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിവരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 12 നോക്കുക. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനോടൊപ്പം രാജ്യം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടു. 1947 ഈ വിഭജനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവമാണ്. ഇത് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. മതഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ പാകിസ്ഥാനിലേക്കും ബാക്കിയുള്ള പ്രദേശങ്ങളെ ഇന്ത്യയിൽ നിലനിർത്താനും തീരുമാനിച്ചെങ്കിലും അതത്ര എളുപ്പമായിരുന്നില്ല. പ്രധാന കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക മേഖലയില്ലായിരുന്നു. 2 മേഖലകളിലായിരുന്നു ഇവർ കേന്ദ്രീകരിച്ചിരുന്നത്. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും മേഖലയിൽ ആയതിനാൽ ഭൂമിശാസ്ത്രപരമായി ബന്ധമില്ലാത്ത ഈ 2 മേഖലകൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ രൂപീകരിക്കാൻ തീരുമാനിച്ചു. പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഇന്ത്യയുടെ ഭൂപ്രദേശമാണ്. രണ്ടാമത്തെ പ്രശ്നം, എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരുവാൻ താല്പര്യം കാണിച്ചില്ല. വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ നേതാവായിരുന്ന അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് എതിരായിരുന്നു. എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഈ മേഖല പാകിസ്ഥാനിൽ ഉൾപ്പെടുത്തി. മൂന്നാമതായി, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചാബിലും ബംഗാളിലും മുസ്ലിങ്ങളല്ലാത്തവർ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഉൾപ്പെട്ടിരുന്നു. അവസാനം ഈ 2 പ്രദേശങ്ങളും വിഭജിക്കേണ്ടി വന്നു. നാലാമത്തെ പ്രശ്നം, 2 രാജ്യങ്ങളുടെയും അതിർത്തിയിലുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാന്റെ അതിർത്തിയിലുണ്ടായിരുന്ന ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയുടെ അതിർത്തിയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളും ആക്രമിക്കപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ ജന്മനാട് വിട്ട് ഇന്ത്യയിലേക്കോ പാകിസ്ഥാനിലേക്കോ പലായനം ചെയ്യേണ്ടി വന്നു. പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള ഹിന്ദുക്കളും
സിഖുകാരും ഇന്ത്യയിലേക്കും ഇന്ത്യയുടെ അതിർത്തിയിലുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തു. ഇനി ഇന്ത്യ വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ നോക്കാം. വിഭജനത്തിന്റെ ഫലമായി നടന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ കുടിയേറ്റമായിരുന്നു. ഏകദേശം 80 ലക്ഷം ആളുകൾ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും കുടിയേറി. ഏകദേശം 10 ലക്ഷം ആളുകൾ വർഗീയ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും സ്വത്തും ഉപേക്ഷിച്ച് അഭയാർത്ഥികളാകേണ്ടി വന്നു. സ്ത്രീകൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നടന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദീർഘകാല രാഷ്ട്രീയ ശത്രുതയും അതിർത്തി പ്രശ്നങ്ങളും രൂപപ്പെട്ടു. കാശ്മീർ പ്രശ്നം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ പ്രധാന തർക്ക വിഷയമായി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സാമൂഹിക ഐക്യത്തെയും വിഭജനം പ്രതികൂലമായി ബാധിച്ചു. ഇന്ത്യയുടെ വിഭജനം സ്വാതന്ത്ര്യത്തോടൊപ്പം ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടുകയും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ദീർഘകാല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അതിനാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകവും വേദനാജനകവുമായ സംഭവമാണ് വിഭജനം. 27ാമത്തെ ചോദ്യം, സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദീകരിക്കുക. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദീകരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 27. വളരെ ശക്തമായ രാഷ്ട്രമായിരുന്നെങ്കിലും സാമ്പത്തിക തകർച്ച, പ്രതിരോധ ചെലവുകൾ, ദേശീയതാവാദം, ജനവിരുദ്ധ ഭരണകൂടം തുടങ്ങിയ ഘടകങ്ങൾ ചേർന്നാണ് 1991 സോവിയറ്റ് യൂണിയൻ ശിഥിലമാകുന്നത്. ശിഥിലീകരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ നോക്കാം. 1. സോവിയറ്റ് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം. 2. സോവിയറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം. 3. ദേശീയതയുടെ വളർച്ചയും സോവിയറ്റ് റിപ്പബ്ലിക്കുകളുടെ പരമാധികാര മോഹവും. 4. ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ. വിശദമായി നോക്കാം. സോവിയറ്റ് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം. ഇതിനെ 5ആയി തിരിക്കാം. 1. ആശയപ്രകടനത്തിനും ആവിഷ്കാരത്തിനും ഏർപ്പെടുത്തിയ വിലക്ക് ജനാധിപത്യ പ്രക്രിയയെ ദുർബലമാക്കി. 2. ഏകപാർട്ടി സമ്പ്രദായം. ഭരണഘടനാപരമായി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലാത്ത മറ്റു പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. 3. ഉദ്യോഗസ്ഥ മേധാവിത്വം. സോവിയറ്റ് ഭരണരംഗം നിയന്ത്രിച്ചിരുന്നത് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ക്രമേണ അവർ വലിയ അഴിമതിക്കാരായി. 4. ഉത്തരവാദിത്തമില്ലാത്ത പാർട്ടി പ്രവർത്തനം. ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാത്ത പാർട്ടി പ്രവർത്തന ശൈലിയിലേക്ക് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. 5. ഭരണരംഗത്തെ അഴിമതി. എല്ലാ മേഖലയിലെയും അഴിമതിയും മെല്ലെപ്പോക്കും സാധാരണ ജനങ്ങളെ ഗവൺമെന്റിൽ നിന്ന് അകറ്റി. അടുത്തത് സോവിയറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ആന്തരിക ദൗർബല്യം നോക്കാം. 1. സമ്പദ് വ്യവസ്ഥയുടെ മുരടിപ്പ്. സോവിയറ്റ് സമ്പദ് വ്യവസ്ഥ അതിന്റെ വിഭവങ്ങളിൽ ഭൂരിഭാഗവും ചെലവഴിച്ചത് അണുവായുധങ്ങൾ നിർമ്മിക്കുവാനും സൈനിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയെ ക്ഷീണിപ്പിച്ചു. 2. സാങ്കേതിക വിദ്യയുടെ പിന്നോക്കാവസ്ഥ. സാങ്കേതിക വിദ്യ കാലോചിതമായി പരിഷ്കരിക്കുന്നതിലുണ്ടായ വീഴ്ച സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പിന്നാക്കം പോകുവാൻ ഇടയാക്കി. 3. ഉപഭോഗ വസ്തുക്കളുടെ ക്ഷാമം. ഖന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിയ സോവിയറ്റ് യൂണിയൻ ഉപഭോഗ വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. 4. ഭക്ഷ്യോൽപാദനത്തിലെ തകർച്ച. കാർഷിക മേഖലയിലെ മുരടിപ്പ് ഭക്ഷ്യോൽപാദനം കുറച്ചു. ഇത് ഭക്ഷ്യ ഇറക്കുമതി ഓരോ വർഷവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. 5. പാശ്ചാത്യ രാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധം. ഉപഗ്രഹ ചാനലുകളിലൂടെ സാധാരണ പൗരന്മാർ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഇതുമൂലം സോവിയറ്റ് സാമ്പത്തിക വ്യവസ്ഥയുടെ യഥാർത്ഥ പിന്നോക്കാവസ്ഥ ജനം തിരിച്ചറിഞ്ഞു. അടുത്തത് ദേശീയതയുടെ വളർച്ചയും സോവിയറ്റ് റിപ്പബ്ലിക്കുകളുടെ പരമാധികാര മോഹവും. റഷ്യ, ഉക്രൈൻ, ബെലാറസ്, ജോർജിയ തുടങ്ങി 15 റിപ്പബ്ലിക്കുകളിൽ ചേർന്നതായിരുന്നു സോവിയറ്റ് യൂണിയൻ. എന്നാൽ റഷ്യ, സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ എല്ലായിടത്തും മേധാവിത്വം പുലർത്തിയിരുന്നു. അതുമൂലം തങ്ങൾ അവഗണിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയുമാണെന്നുള്ള ധാരണ മറ്റു റിപ്പബ്ലിക്കുകളിലെ ജനങ്ങളിൽ ശക്തമാവുകയും അതവരിൽ ദേശീയ ചിന്തകൾ വളർത്തുന്നതിന് കാരണമായി. റഷ്യ, ഉക്രൈൻ, ബെലാറസ്, ജോർജിയ, ബാൾട്ടിക് റിപ്പബ്ലിക്കുകളായ ലാത്വിയ, എസ്തോണിയ, ലിത്വാനിയ എന്നിവിടങ്ങളിൽ ഉയർന്നുവന്ന ദേശീയബോധവും പരമാധികാര മോഹവും സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണ്. ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആയിരുന്നു മിഖായേൽ ഗോർബച്ചേവ്. 1985 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി
ഗ്ലാസ്നോസ്റ്റ് അഥവാ തുറന്ന സമീപനം, പെരിസ്ട്രോയിക്ക അഥവാ സാമ്പത്തിക പുനഃസംഘടന എന്നീ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ നവീന പദ്ധതികളിലൂടെ സോവിയറ്റ് വ്യവസ്ഥയെ ഉടച്ചു വാർക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. എന്നാൽ ഗോർബച്ചേവിന്റെ ഈ പരിഷ്കാരങ്ങൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. കൂടാതെ സോവിയറ്റ് ചേരിയുടെ ഭാഗമായ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ഗോർബച്ചേവ് അനുവദിച്ചു. അതുമൂലം ആ രാജ്യങ്ങളിലെ ജനങ്ങൾ ജനാധിപത്യത്തിനു വേണ്ടി അവരുടെ ഗവൺമെന്റുകൾക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കുകയും ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ തകരുകയും ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം ഒരു കാരണം കൊണ്ട് മാത്രമായിരുന്നില്ല. രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സംവിധാനത്തിന്റെയും ആന്തരിക ദൗർബല്യങ്ങൾ, വിവിധ റിപ്പബ്ലിക്കുകൾ ദേശീയതയുടെ വളർച്ചയും പരമാധികാര മോഹവും, കൂടാതെ ഗോർബച്ചേവിന്റെ ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക പരിഷ്കാരങ്ങൾ സൃഷ്ടിച്ച മാറ്റങ്ങളും ഇവയൊക്കെ ചേർന്നാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഇതോടെ 1991 സോവിയറ്റ് യൂണിയൻ ശിഥിലമായി. 28ാമത്തെ ചോദ്യം, 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം വിശദീകരിക്കുക. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം വിശദീകരിക്കുക. ഭാഗം 1, പേജ് നമ്പർ 101. 1975 ജൂൺ 25 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിന്റെ പ്രധാന കാരണങ്ങൾ നോക്കാം. 1, സാമ്പത്തിക പ്രതിസന്ധി. 1970-കളിൽ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. വിലക്കയറ്റം, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ, എണ്ണവില വർധന എന്നിവ ജനങ്ങളിൽ അസംതൃപ്തി വർദ്ധിപ്പിച്ചു. 2, ഗുജറാത്ത് ബീഹാർ പ്രക്ഷോഭങ്ങൾ. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഗുജറാത്തിലും ബീഹാറിലും കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിനെതിരായി 1974 വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു. ഗുജറാത്തിലെ സമരവിജയം സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് ജയപ്രകാശ് നാരായണനെ പ്രചോദിപ്പിക്കുകയും അദ്ദേഹം ബീഹാറിലെ സമരങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അഴിമതി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിവയ്ക്കെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ശക്തമായ പ്രക്ഷോഭം നടന്നു. ഇന്ദിരാഗാന്ധി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ടു. പിന്നെ മറ്റൊരു കാര്യം ജുഡീഷ്യറിയുമായുള്ള തർക്കമായിരുന്നു. മൗലികാവകാശ തർക്കങ്ങൾ, ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം ഇല്ലാതാക്കാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, നിർദ്ദേശകതത്വ തർക്കങ്ങൾ, ചീഫ് ജസ്റ്റിസ് നിയമനത്തിലെ അപാകതകൾ തുടങ്ങിയവ ജുഡീഷ്യറിയുമായുള്ള തർക്കങ്ങളുടെ പ്രധാന കാരണങ്ങളാണ്. മറ്റൊരു പ്രധാന കാരണം അലഹാബാദ് ഹൈക്കോടതി വിധിയാണ്. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചതായി അലഹാബാദ് ഹൈക്കോടതി വിധിച്ചു. ഇതോടെ ഇന്ദിരാഗാന്ധിയുടെ MP സ്ഥാനം അസാധുവാക്കുകയും 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ഈ വിധി സർക്കാരിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചു. മറ്റൊരു കാരണം ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന സർക്കാരിന്റെ വാദമാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും ദേശീയ ഐക്യവും അപകടത്തിലാണെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1975 ദേശീയ അടിയന്തരാവസ്ഥ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. എന്നാൽ പൗരാവകാശങ്ങൾ നിയന്ത്രിക്കപ്പെട്ടതും മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതും പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തതും കാരണം ഇത് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ കാലഘട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.